ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം. ഡെയിലി യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്തെന്നാന്ന് വെച്ചാൽ നിങ്ങൾ മുഖത്തുള്ള കറുത്ത കരുവാളിപ്പൊക്കെ പൂർണ്ണമായി മാറാൻ, സൺ ടാൻ മാറാനെല്ലാം സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ മുഖത്തിൻ്റെ നിറവും തിളക്കവും വർദ്ധിക്കാൻ ഇത് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ ഇത് എല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത്, എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ് ഇതേപോലെ ചിരകിയെടുക്കണം. നിങ്ങളുടെ അടുത്ത് ഗ്രേറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്താലും മതി. ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ജ്യൂസ് ഇതേപോലെ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം ജ്യൂസ് മതി കേട്ടോ നമുക്ക്. അപ്പോൾ 4 ടേബിൾ സ്പൂണോളം ജ്യൂസ് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് അടിക്കണം. കാരണം നമുക്ക് ക്യാരറ്റിൻ്റെ എക്സാക്റ്റ് ജ്യൂസാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് നല്ലോണം തന്നെ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂണാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു 4 ടേബിൾ സ്പൂണോളം നമുക്ക് മാറ്റിയെടുക്കാം. ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ, ദിവസം ചെയ്യേണ്ടതല്ലേ. അപ്പോൾ അതിലേക്ക് ഞാൻ ഗോതമ്പിൻ്റെ പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂണോളം ഗോതമ്പിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫേസ് പാക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടില്ല കേട്ടോ എന്ന് കരുതി വീണ്ടും നിങ്ങൾ ക്യാരറ്റിൻ്റെ ജ്യൂസ് ഒഴിക്കേണ്ട. 4 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ജ്യൂസ് മാത്രം മതി. ഇതിലേക്ക് ഇനി നമ്മൾ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാല് നമ്മുടെ ഈ ഒരു പാക്കിൻ്റെ കൺസിസ്റ്റൻസി ലെവലാക്കുന്ന രീതിക്കുള്ള പാല് നമുക്ക് ഒഴിച്ച് ഇതിൻ്റെ ആ ഒരു ഫേസ് പാക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പാക്ക് ഇത് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നേരത്തെ നമ്മൾ പിഴിഞ്ഞ് വെച്ച ആ ഒരു ക്യാരറ്റിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അത് നമുക്ക് ജസ്റ്റ് മുഖത്ത് ആദ്യം ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ മുഖത്ത് ജസ്റ്റ് ഒരു സ്ക്രബ് പോലെ അതൊന്ന് തേച്ച് കൊടുത്താൽ നല്ലതായിരിക്കും. എന്നിട്ടൊന്ന് തുടച്ചാലിനതിന് ശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് വെറുതെ കളയണമെന്നില്ല, ജസ്റ്റ് കളയുന്നതിൻ്റെ മുന്നേ മുഖത്ത് മെല്ലൊന്ന് വരച്ചു കൊടുക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് കട്ടിയൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മുടെ ഫേസ് പാക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ലെവലാക്കി എടുക്കണം. അതിനുശേഷം മുഖം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ മുഖം മസാജ് ചെയ്യുമ്പോൾ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യണം. അതേപോലെ തന്നെ താടീൻ്റെ ഭാഗത്തുനിന്ന് മേലയിലേക്ക് വേണം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. ഇല്ലയെന്നാണ് നമ്മുടെ സ്കിന്ന് തൂങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ മസാജ് കൊടുക്കുക. വെറുതെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തത് കൊണ്ട് ഒരു റിസൾട്ടും കിട്ടില്ല കേട്ടോ. എന്നാൽ മസാജിങ് എല്ലാം നല്ല കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടൂ. അതിനുശേഷം ഇതൊന്ന് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഒരു 20-25 മിനിറ്റെങ്കിലും നിങ്ങൾ മുഖത്തേക്ക് വെക്കണം, എന്നാൽ മാത്രമേ അത് നല്ലോണം ഡ്രൈ ആയിട്ട് കിട്ടൂ. അതിനുശേഷം നിങ്ങളിത് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കഴുകുന്നേരം നിങ്ങൾ മസാജ് കൊടുത്തിട്ട് കഴുകിക്കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മെല്ലെ ഒരു ജെൻറ്റിൽ മസാജ് കൊടുത്തിട്ട് മെല്ലെ മെല്ലെ കഴുകിക്കളയുക. ആ ഒരു സമയം തന്നെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും. ഫസ്റ്റ് യൂസ് തന്നെ ഒരു ചെറിയൊരു നിറവും തിളക്കവും ഉണ്ടാകും കേട്ടോ. ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരാഴ്ച ഇത് കണ്ടിന്യൂ ചെയ്യുന്നതോടുകൂടി മുഖം നല്ല ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അതേപോലെ തന്നെ മുഖം നിറം വരാനും നല്ല തിളക്കം കിട്ടാനും സഹായിക്കും. ഫസ്റ്റ് യൂസിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഉള്ള നിറത്തിനേക്കാളും ഒരു ഷെയ്ഡ് നിറം നമുക്ക് വർദ്ധിക്കുകയുള്ളൂ കേട്ടോ. ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മാസത്തോളം ഇത് കണ്ടിന്യൂസ് ചെയ്താൽ പെർമനൻ്റ് റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.